ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത്. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള PSC ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ എങ്ങനെ ലളിതമായി നേരിടാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന ഒത്തിരി സുഹൃത്തുക്കളുടെ പ്രശ്നമായിരിക്കും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരുന്നതും അവയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ അവസാനം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നിൽ തെറ്റുത്തരത്തിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതാതെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഈ സുഹൃത്തുക്കൾക്ക് ആ അവസ്ഥ വരില്ല. എങ്ങനെ നമുക്കൊരു PSC എക്സാമിലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളെ നേരിടാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാമെന്നത് നോക്കാം. ആദ്യമായി സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് കേരള PSCയുടെ പുതുക്കിയ പരീക്ഷാ രീതിയും സമയക്രമത്തെയും പറ്റിയാണ്. ഇത്രയും നാൾ കേരള PSC ചോദിച്ചുകൊണ്ടിരുന്നത് ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് കൃത്യമായൊരു ഉത്തരം വരുന്നു, അത് ABCD 4 ഏതെങ്കിലും ഒരു ഓപ്ഷനുള്ളിൽ കാണും, അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ബബിൾ ചെയ്യുന്നു, നമ്മുടെ ഉത്തരം ശരിയാകുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ തെറ്റായി കഴിഞ്ഞാൽ മൈനസ് ആകുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പുതുക്കിയ പരീക്ഷാ രീതി പ്രകാരം നമ്മുടെ ചോദ്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചതാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ. എന്താണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ? അപ്പോൾ എന്താ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളുടെ പ്രത്യേകത? ഒത്തിരി പോയിന്റ്സ് കാണും, അല്ലെങ്കിൽ 4 പോയിന്റ്സ് നമ്മുടെ മുന്നിലേക്ക് തരും. എന്നിട്ട് ആ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും PSC ചോദിക്കുന്നത്. ഇതാണ് അവിടെ വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്താണ് വില്ലനായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പരിപാടിയാ സമയം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും നമ്മൾ അറിയാതെ PSC നമ്മുടെ കയ്യിൽ നിന്നും ചോർത്തിയെടുക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ PSC പരീക്ഷയില്, അത് നമ്മുടെ സമയമാണ്. PSCക്ക് അറിയാം ഒരാൾ എത്ര സമയം കൊണ്ട് ഈ പരീക്ഷ എഴുതി തീർക്കുമെന്ന്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അവർക്കറിയാം എത്ര സമയം കൊണ്ട് ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പറ്റും. എത്ര ബുദ്ധിമാനായ ഉദ്യോഗാർത്ഥിക്കാണ് ആ ചോദ്യം എഴുതി തീർക്കാൻ കഴിയുന്നത് കൃത്യസമയത്ത് എന്നൊക്കെ PSC നോക്കിയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അല്ലാതെ വെറുതെ അല്ല അവിടുത്തെ ക്വസ്റ്റ്യൻ പാനലിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത് ശ്രദ്ധിക്കുക. സമയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിലെ അല്ലെങ്കിൽ പുതുക്കിയ PSCയുടെ പരീക്ഷയിലെ ഒരു വില്ലനായിട്ട് ഒത്തിരി സുഹൃത്തുക്കൾക്ക് വന്നു കാണും. അപ്പോൾ ഇത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ എവിടെ വരുന്നു എന്നുള്ളത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സമയക്രമം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സുഹൃത്തുക്കൾ ക്ഷമിക്കുക. ഞാൻ എഴുതിയ പരീക്ഷകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയതും ഞാൻ വരുത്തിയ തെറ്റുകളിൽ നിന്ന് എങ്ങനെ ആ തെറ്റുകൾ ഞാൻ തിരുത്തി എന്നതുമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ PSCയുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളെ ക്രാക്ക് ചെയ്യാമെന്ന്. കേരള PSC പ്രധാനമായും 4 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ 4 രീതി അല്ലാതെ വേറെ ഒരു രീതിയിലും PSC ഇതുവരെയും നടന്ന എക്സാമുകളിലൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ PSC പ്രധാനമായിട്ടും 4 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവ ഏതൊക്കെയാണ് നമുക്കത് നോക്കാം. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ശരിയേത് തെറ്റേത്? റോമൻ ലെറ്റേഴ്സിൽ 1, 2, 3, 4 എന്ന് നെടുനീളം താഴോട്ടങ്ങ് തന്നിട്ട് കുറച്ച് പോയിന്റ്സുകൾ ഇങ്ങനെ വിതറിയിട്ട് തരും. എന്നിട്ട് PSC അതിനകത്ത് ചോദിക്കും ശരി ഏതാണ് തെറ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ ചോദിക്കും. രണ്ടാമത് A പാർട്ട് എന്ന് പറഞ്ഞും B പാർട്ട് എന്ന് പറഞ്ഞും 2 എണ്ണം തന്നിരിക്കും. അതിന് തമ്മിൽ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ കടമ്പ, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. മൂന്നാമത്തതാണ് ഒത്തിരി ചേരുംപടി ചേർത്ത് PSC തന്നിരിക്കും. ആ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ തെറ്റായ ജോഡി നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് റോമൻ ലെറ്റേഴ്സും അതുപോലെ എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലോ അല്ലെങ്കിൽ നമ്പേഴ്സിലോ തന്നിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തേൽ നിന്നും രണ്ടാമത്തേന് കൃത്യമായിട്ടുള്ള ഉത്തരം ചേരുംപടി ചേർത്ത് ഉത്തരം എഴുതുക. ഇതാണ് രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ കേസിൽ PSC തന്നെ ചേരുംപടി ചേർത്തങ്ങ് വെച്ചിരിക്കും. എന്നിട്ട് പറയും ശരിയായതല്ലെങ്കിൽ തെറ്റായത് ചേരുംപടി ചേർത്തിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറയും. ഇതാണ് രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ള വ്യത്യാസം. നാലാമത്തെ രീതി എന്ന് പറയുന്നത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്.
ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചോദിക്കും താഴെ പറയുന്നവയിൽ അവസാനം നടന്ന സംഭവം നിന്ന് ആദ്യം നടന്ന സംഭവത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ആദ്യം നടന്ന സംഭവത്തിൽ നിന്ന് അവസാന സംഭവത്തിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അതിനെയാണ് ഈ ആരോഹണ ക്രമം അവരോഹണ ക്രമം എന്ന് പറയുന്നത്. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇങ്ങനെയും തന്നിരിക്കും. ഇങ്ങനെ 4 രീതിയിൽ മാത്രമേ PSC ഇതുവരെ നടത്തിയ പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ശരിയേത് തെറ്റേത്, ചേരുംപടി ചേർക്കുക, ശരിയായ അല്ലെങ്കിൽ തെറ്റായ ജോഡി PSC തന്നെ തന്നിരിക്കുന്ന ചേരുംപടിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുക, പിന്നെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ ക്രമപ്പെടുത്തുക. ഇത്ര മാത്രമാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവരെ ഓരോരുത്തരെ എടുത്തിട്ട് എങ്ങനെയാണ് ഇവന്മാരെ ക്രാക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ ദിവസം നടന്ന LGSന്റെ മെയിൻ ലെവൽ എക്സാമിന്റെ ചോദ്യമായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പോയിന്റ്, ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് ഹിമാദ്രി. രണ്ടാമത്തെ പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2ഉം 3ഉം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1ഉം 3ഉം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കേസാണ് കേട്ടോ പറയുന്നത്. ഞാൻ ആദ്യകാലത്ത് PSC പരീക്ഷകൾ എഴുതിയ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റേറ്റ്മെന്റ് ലെവൽ കിട്ടും, ഉടനെ ഞാൻ എന്ത് ചെയ്യും, 1, 2, 3 എന്ത് ചെയ്യും, വായിക്കും. ആ ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കും. എന്നിട്ട് താഴെ കിടക്കുന്ന ഓപ്ഷനിൽ ഏത് ശരി ഏത് തെറ്റെന്നൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കുമാണ് എനിക്ക് തലയിൽ ബൾബ് കത്തുന്നത്. ദൈവമേ, ഞാൻ നേരത്തെ വായിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ വരും. വീണ്ടും ഞാൻ ആദ്യം മുതൽ ക്വസ്റ്റ്യൻ വായിക്കും. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കും. അതിനിടയ്ക്ക് ഒരു 25 സെക്കൻഡ് മുതൽ 35 സെക്കൻഡ് വരെ നമ്മൾ എന്തിനു വേണ്ടി ചെലവാക്കണം? ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വായിക്കുന്നതിന് വേണ്ടി ചെലവാക്കണം. അപ്പോൾ രണ്ടാമതും ഒന്നുകൂടി അത് വായിക്കേണ്ട അവസ്ഥ വന്നാൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ? ഈ 35 സെക്കൻഡ് എന്ന് പറയുന്നത് ഏകദേശം 40 സെക്കൻഡിലേക്ക് പോകും. പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അവസാനം നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് വെച്ച് എഴുതും, ഉത്തരം തെറ്റും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രസ്താവന ചോദ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു ഇത്. അതിന് ഞാൻ കണ്ടെത്തിയ സൊല്യൂഷൻ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായി എങ്കിൽ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏത്? അപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായത് എന്ന് പറയുന്നതിന്റെ താഴെ നമ്മുടെ പേന ഉപയോഗിച്ച് അങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം. നിർബന്ധമായിട്ടും ചെയ്യണേ. ഹിമാലയൻ നിരകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. അതിൽ ശരിയായതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേന വെച്ച് അങ്ങ് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ, ഒരു ടെൻഷനും വേണ്ട. നമ്മൾ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു? മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ താഴേക്ക് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ താഴത്തെ ഓപ്ഷൻ വരെ വായിച്ചു തീർന്നിട്ട് PSC ശരിയാണോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തവും വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തവും വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആകെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് കിട്ടും ശരിയായത്. ഓക്കെ, അപ്പൊ താഴെ പറയുന്നത് ശരിയായത് ഏതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത് മനസ്സിലാവും. ഇനി നമ്മൾ സെക്കൻഡ് ട്രിക്കിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ സെക്കൻഡ് ട്രിക്കിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്താണ്? ആദ്യം തന്നെ ചോദ്യം വായിച്ചിട്ട് PSCക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അടിയിൽ ഒരു വര വരച്ചങ്ങിട്ടേക്കണം. വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരു വര വരച്ചങ്ങിട്ടേക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത് PSC ഏതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യം ചോദിച്ചാലും അതിനകത്ത് ഒരു പ്രസ്താവന എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രസ്താവന കാണും കേട്ടോ. അത് PSCയുടെ ഒരു ട്രിക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രസ്താവന അതിനകത്ത് കാണും. ഇതിൽ നമുക്കറിയാവുന്ന പ്രസ്താവന ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വായിച്ചു നോക്കി. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഇതെനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് ടിക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന്. എന്നിട്ട് നേരെ നമ്മൾ ഓപ്ഷനിലേക്ക് വരിക. ഓപ്ഷനിൽ 1 ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എയും സിയും വേണമെങ്കിൽ ഡിയും വരാം ഉത്തരമായിട്ട്. ഉത്തരമല്ലാത്തത് ഏതുണ്ടോ അത് ആ ക്വസ്റ്റ്യൻ പേപ്പറെ അപ്പൊ തന്നെ അങ്ങ് വെട്ടിയേക്കുക. ഇതൊക്കെ
കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടാണെന്ന്. നമ്മൾ പയ്യെ ട്രെയിൻ ചെയ്ത് ഇപ്പോഴേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഒന്നാമത്തെ ഉത്തരം ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതില്ലാത്ത ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, വെട്ടിക്കളഞ്ഞു. ഓൾറെഡി എന്റെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്യാൻസൽ ആയി. ഇനി എന്റെ മുന്നിൽ എയും സിയും ഡിയും മാത്രമേ ഉള്ളൂ. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. എനിക്കറിയാം മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പോൾ രണ്ട് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഉണ്ടോ, ആ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ശരിയായിട്ട് വരും. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും അവിടെ എന്താണ്, തെറ്റാണ്. ഈസി ആയിട്ട് എനിക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് വരും. അപ്പൊ ഞാൻ മൂന്നാമത്തെ പോയിന്റ് കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ശരിയായി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാത്തിനും കൂടെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 45 സെക്കൻഡ് സമയം എടുത്തിരിക്കാം. അപ്പോൾ ഒരു തവണ കൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യം ശരിയേത് തെറ്റേ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് കോമൺ ആയിട്ട് വരുന്ന സംശയമായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസ്താവനയും എനിക്ക് അതിനകത്ത് വായിച്ചിട്ട് അറിയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ക്വസ്റ്റ്യൻ ബാങ്ക് സ്കിപ്പ് ചെയ്തേക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഒരു തവണ വായിച്ചു നോക്കി, എന്റെ കയ്യിൽ യാതൊരുവിധ ഐഡിയയും ഇല്ല. ആ തന്നിരിക്കുന്ന പ്രസ്താവന ഏതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെങ്കിൽ പിന്നെ അതിൽ വെച്ച് സമയം കളയരുത്. PSCക്ക് അറിയാം നമ്മൾ വെച്ചോണ്ടിരിക്കും പ്രസ്താവന ക്വസ്റ്റ്യങ്ങൾ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം തീരുകയും ചെയ്യും. PSCക്ക് അവിടെ നമ്മുടെ സമയം എങ്ങനെ തീർക്കണം എന്നാണ് PSC നോക്കുന്നത്. സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാം, ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കിയ പ്രസ്താവനയിൽ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രസ്താവന അവിടെ വെച്ച് കളഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന രീതിയാണ് ചേരുംപടി ചേർക്കുക. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ തെറ്റിക്കുന്നതാണ് ചേരുംപടി ചേർക്കുക. കാരണം എന്തെന്നറിയാമോ, ഒന്നാമതേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആകെ 90 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയമേ പരീക്ഷയ്ക്കുള്ളൂ. പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല ടെൻഷനിലായിരിക്കും അല്ലെ. അപ്പോൾ തന്നെ അതിന്റെ കൂടെ ഈ ചേരുംപടി ചേർക്കാനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. ചേരുംപടി ചേർക്കുന്ന രീതി പ്രധാനമായിട്ടും സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന രീതിയാണ് സുഹൃത്തുക്കളെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ ചെയ്യുന്ന രീതി ഇത്രയേ ഉള്ളൂ. ആദ്യം പാർട്ട് എ, പാർട്ട് ബി എന്ന രണ്ട് രീതിയിൽ നമുക്ക് അവനെ തരംതിരിക്കാലോ. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും. പാർട്ട് എയിലുള്ള ശരിയായിട്ടുള്ളതിനെ പാർട്ട് ബി എന്ന് തിരഞ്ഞെടുക്കണം. അതിനെയാണ് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നത്. പാർട്ട് എയിലുള്ളത് ബാലവേല നിരോധനം. എനിക്കറിയില്ല ബാലവേല നിരോധനം എന്താണെന്നുള്ളത്. ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. സ്വത്തവകാശം എല്ലാവർക്കും അറിയാവുന്ന, PSC പഠിക്കുന്ന അത്യാവശ്യം ഏതൊരു സുഹൃത്തിനും അറിയാവുന്ന പോയിന്റ് ആണ്. സ്വത്തവകാശം എന്ന് പറയുന്നത് 300A ആണ്. അപ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചു. 2 എന്ന് പറയുന്നത് A ഉത്തരമായിട്ട് വരണം. 2 എന്ന് പറയുന്നത് A ഉത്തരമായിട്ട് വരണം എന്ന് ഞാൻ അപ്പോഴേ അവിടെ അങ്ങ് എഴുതി വെച്ചു. ഇനി എന്റെ ഓപ്ഷനിലേക്ക് ഞാൻ നോക്കും, 2A ആയിട്ട് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ തന്നെ കാണും A എന്ന് പറയുന്ന ഓപ്ഷൻ 2A ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ 2A ആയിട്ട് വരുന്നുണ്ട്. B എന്ന് പറയുന്ന ഓപ്ഷനും 2A ആയിട്ട് വരുന്നുണ്ട്. C എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നില്ല, D എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നില്ല. ആ 2 ഓപ്ഷനും ഞാൻ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ എന്റെ ചാൻസ് A അല്ലെങ്കിൽ B ആണ് ഉത്തരം എന്നുള്ളത് എനിക്കിപ്പോ കൺഫേം ആക്കാം. ഓൾറെഡി ചുമ്മാ ഇരുന്ന് സിയും ഡിയും ഓപ്ഷൻ വായിച്ച് ഞാൻ സമയം കളഞ്ഞില്ല. എനിക്ക് അറിയാവുന്ന, കൃത്യമായി അറിയാവുന്ന ഉത്തരം ഏതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഞാനത് കണ്ടെത്തുക മാത്രമേ ചെയ്തോളൂ. അപ്പോൾ Aയോ Bയോ ആണ് ഇപ്പൊ എന്റെ ഉത്തരം എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. ഒരു 50% ഇതിന്റെ കടമ്പ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അവസര സമത്വം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്, അല്ലെ ബി പാർട്ടിൽ ഏതാണ്? എനിക്കറിയത്തില്ല. അവസര സമത്വം എന്ന് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്ന് പറയുന്നത് 21A എന്ന് എനിക്കറിയാം. അപ്പോൾ 4B വരുന്ന ഉത്തരമാണ് എന്റെ ശരി ഉത്തരം എന്ന് എനിക്ക് ഉറപ്പിക്കാം. അപ്പോ നാലാമത്തെ ഉത്തരം Aക്കകത്ത് C എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഓപ്ഷനും തെറ്റായിട്ട് കിട്ടി. എന്റെ ഓപ്ഷൻ ശരിയായത് B ആണ്. കാരണം ബിയിൽ മാത്രമേ 4B എന്നുള്ളൊരു ഉത്തരം വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്രയും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഏകദേശം ഒരു 45 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേരുംപടി ചേർക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു
സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം ചോദിച്ചാലും ആദ്യം നോക്കാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് നല്ല ഉത്തമ ബോധ്യമുള്ള ഒരു ചോദ്യം അതിനകത്ത് കാണും. ആ ചോദ്യം കണ്ടെത്തുക, അതിന്റെ ഉത്തരം ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലേക്ക് എഴുതുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. എന്നിട്ട് ആ ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതൊക്കെയാണ് അവന്മാരെയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പിയർ ചെയ്തിട്ടുള്ള PSC എക്സാമിൽ പ്രധാനമായിട്ടും 2 ഓപ്ഷനകത്ത് എന്തായിരുന്നാലും നിൽക്കും. ബാക്കിയുള്ള 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും കേട്ടോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനി 3 ഓപ്ഷനിലോട്ട് പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മിനിമം എന്തായിരുന്നാലും ഞാൻ എഴുതിയ ഏകദേശം കുറച്ച് എക്സാമുകളിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷൻസുകളിലുള്ളിൽ എപ്പോഴും ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചേരുംപടി ചേർക്കുക, കണ്ടെത്താൻ കഴിയും. ഇനി മൂന്നാമത്തതാണ് ശരിയായ അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ശരിയായ അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മുടെ ഐഡിയാസ് എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അല്പം വായിച്ചു നോക്കേണ്ടത് ഈ ശരിയായ അല്ലെങ്കിൽ തെറ്റായ ജോഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികളെയോ. അപ്പോൾ PSCക്ക് വേണ്ടത് ശരിയായതാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, PSCക്ക് വേണ്ടത് ഏതാണോ അതിൽ അണ്ടർലൈൻ ചെയ്തേക്കണം. അപ്പോൾ ശരിയായതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വന്നാൽ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കേണ്ട, നേരെ നോക്കുക, ശരിയായതാണ് PSC ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. എ എന്ന് പറയുന്ന പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. PSC പഠിക്കുന്ന അത്യാവശ്യ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അറിയുന്ന പോയിന്റ് ആണ്. എ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരെ നോക്കുന്നു എ ഉത്തരമായിട്ട് വരുന്ന ജോഡികൾ ഏതൊക്കെയുണ്ട് എന്ന്. എയിലുണ്ട്, ബിയിലുണ്ട്, സിയിലുണ്ട് അല്ലെ സുഹൃത്തുക്കളെ. അപ്പോൾ അവിടെ ഡിയിലില്ല. അപ്പോൾ തന്നെ ഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്ത് കളയുന്നു. പിന്നെ ABC 3 ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരുന്നത് നിലനിർത്തുക എന്നല്ല. പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തുക എന്നുള്ളതല്ല. അപ്പോൾ ബി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം എനിക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ശരിയല്ലേ സുഹൃത്തുക്കളെ? കാരണം PSC ശരിയായിട്ടുള്ള ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിലനിർത്തുക എന്നുള്ളതല്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ള ഏതൊരു പോയിന്റും എനിക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് എ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട്, സോ എയും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ആകെ ഉള്ളത് ബി അല്ലെങ്കിൽ ഡി മാത്രമാണ് എന്റെ ഓപ്ഷന്റെ മുന്നിലുള്ളത്. 2 ഓപ്ഷൻസ് ഈസി ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി പ്രൊഹിബിഷൻ നിലനിർത്തുകയാണെന്ന് അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം, അടുത്ത പോയിന്റിലോട്ട് പോകാം. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ സി ശരിയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സോ ഓപ്ഷൻ ബിയില് സി ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ഡിയും ശരിയാണെന്ന് കാണുന്നു. അപ്പോൾ നമ്മൾ അവസാനത്തെ പോയിന്റ് വായിക്കുന്നു, കോവാറന്റോ എന്ത് അധികാരത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ACD എന്നതാണ് ശരി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഏകദേശം ഒരു 50 സെക്കൻഡ് സമയം കൂടുതലായിട്ട് ഇതിനകത്ത് എടുക്കും. കാരണം ഈ ശരിയായത് അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്താനായിട്ട് നേരത്തെ ചേരുംപടി ചേർക്കുന്ന കണക്ക് അത്ര ഈസി ആയിട്ട് PSC ചോദിക്കൂല. ഒന്ന് നമ്മളെ കുഴപ്പിക്കും. എന്നാലും മാക്സിമം ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 50 സെക്കൻഡിനകത്ത് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കാര്യം സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, നിരന്തരം പ്രാക്ടീസ് വേണം. ഇങ്ങനെയുള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ കുറെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം മാനേജ്മെന്റ് അവിടെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തതാണ് ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ ക്രമപ്പെടുത്തുക. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. കാലഗണന പ്രകാരം ക്രമീകരിക്കുക. കാലഗണന പ്രകാരം എന്ന് വെച്ചാല് ആദ്യം നടന്ന സംഭവത്തിൽ നിന്നും അവസാനം നടന്ന സംഭവത്തിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ PSC ചോദിക്കും, താഴെ പറയുന്ന സംഭവത്തെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. അല്ലെങ്കിൽ കാലഗണന പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം മുതൽ ആരംഭിച്ച് അവസാനം വരെ നടന്ന സംഭവത്തിനെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തുക എന്നാണ് PSC ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ അഥവാ ചാന്നാർ ലഹള എന്ന് പറയുന്നത് അത്യാവശ്യം PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിലും ഫസ്റ്റ് നടന്നത് ആരാണ്? ചാന്നാർ ലഹളയാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ചാന്നാർ ലഹള ഒന്നാമതായി വരുന്ന ഉത്തരമുണ്ടോ എന്ന് നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കും. ചാന്നാർ ലഹള എക്കകത്ത് ഒന്നാമതുണ്ടോ? ഇല്ല. ചാന്നാർ ലഹള സിക്കകത്തുണ്ടോ? ഇല്ല. ചാന്നാർ ലഹള ഡിക്കകത്തുണ്ടോ? ഒന്നാമതായിട്ട് ഇല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ
ബി ആണ്. അപ്പോൾ ആദ്യം നടന്നത് ചാന്നാർ ലഹള, രണ്ടാമത് നടന്നത് വൈക്കം സത്യാഗ്രഹം, മൂന്നാമത് നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, നാലാമത് നടന്നത് പാലിയം സത്യാഗ്രഹം. എത്ര സമയം എടുത്താണ് സുഹൃത്തുക്കളെ? മാക്സിമം പോയാൽ ഒരു 40 സെക്കൻഡ് സമയം നമ്മൾ എടുത്തു കാണുമായിരിക്കും. വളരെ ഈസി ആയിട്ട് നമ്മൾ ഓപ്ഷനിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് PSC തന്നിരിക്കും. അവ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് PSCയുടെ കയ്യിലുണ്ട്. അതായത് ഒരൊറ്റ ഉത്തരം നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഒന്നും നോക്കാതെ ഓപ്ഷൻ നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യങ്ങളും PSC ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് LDCയും അതുപോലെ തന്നെ LGS പരീക്ഷകൾക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ക്യാൻസലേഷനിലൂടെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോഴും സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു, ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ സുഹൃത്തുക്കൾ, നിങ്ങൾ ചെയ്യുന്ന ട്രഡീഷണൽ രീതി ഏതാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ആർക്ക് വേണ്ടി നിങ്ങളുടെ രീതി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഉപയോഗപ്രദമാകുമെന്നുള്ള സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ഈ ഒരു രീതിയും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണും. പിന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പടപടപടാ നമ്മുടെ മനസ്സിൽ വരും. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റും. കൂടുതൽ സമയം നമ്മൾ ആ ക്വസ്റ്റ്യന്റെ മേളിൽ ഇരിക്കാൻ ശ്രമിക്കില്ല. അതോടുകൂടി സമയം വെച്ചുള്ള കളി അവിടെ വെച്ചങ്ങ് അവസാനിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല റാങ്കിലും അതുപോലെ തന്നെ മൈനസ് ഇല്ലാതെ നല്ല ടോപ്പ് റാങ്കിലേക്ക് നമുക്ക് എത്തുവാനും കഴിയും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സുഹൃത്തുക്കൾ കയറി ക്ലാസ് ഒന്ന് കാണുക. അല്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ക്ലാസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു ചോദ്യങ്ങൾ എങ്ങനെ ലളിതമായിട്ട് എഴുതാമെന്ന് അല്ലെങ്കിൽ കണ്ടെത്താമെന്നുള്ള രീതിയിലേക്ക് വന്നത്. അതുകൊണ്ട് നാളെ മുതൽ നമ്മുടെ ക്ലാസ് പിന്നെ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ഈ ഒരു ഭാഗം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴും പറയുന്ന സുഹൃത്തുക്കളോട്, നിങ്ങൾ ഏത് രീതിയാണോ ഫോളോ ചെയ്യുന്നത് ആ രീതി തന്നെ മുന്നോട്ട് ഫോളോ ചെയ്ത് പോകുക. ഇതൊരു ടിപ്പ് എന്നുള്ള രീതി മാത്രം പറഞ്ഞതാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ടിപ്പാണിത്. അപ്പോൾ ഞാൻ കണ്ടെത്തിയെന്ന് പറയുന്നില്ല, പല സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ട്രിപ്പ് ആയിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് ഇതായിരുന്നു. ഈ ട്രിക്ക് തന്നെയാണ് എന്നെ സക്സസ് ആക്കിയതും. അപ്പോൾ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. സുഹൃത്തുക്കൾ ഒന്നുകൂടി വേണമെങ്കിൽ കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സുഹൃത്തുക്കളുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ വരും. ഇങ്ങനെ എഴുതി നോക്കുക. എല്ലാവർക്കും ഇത്തവണത്തെ LD എക്സാമിൽ നല്ല റാങ്ക് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോഴേ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.